ഹായ് ഓൾ, എല്ലാവർക്കും ബിപ്പീസ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദിസ് ഈസ് തേഴ്സ്ഡേ മോർണിംഗ്. പതിവ് പോലെ കുട്ടികളെ സ്കൂളിൽ വിടേണ്ടതാണ്. ഞാൻ രാവിലെ എണീറ്റ് അടുക്കളയിലെ പണിയൊക്കെ തുടങ്ങി ജിസിനെ കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. സ്കൂളിൽ പോകണമല്ലോ എന്നോർത്ത് കുട്ടികളെ രാവിലെ തന്നെ വിളിച്ച് എണീപ്പിച്ചു. അവരൊരു ഗ്ലാസ് പാലൊക്കെ കുടിച്ചിട്ട് കുക്കുവാണെങ്കിൽ അവൾക്കൊരു ഡ്രഗ് അവയർനെസ്സിനെ പറ്റിയുള്ള പോസ്റ്റർ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അവൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജയ്ക്കുട്ടൻ പതുക്കെയാണ് എണീറ്റ് വന്നത് കേട്ടോ. അവൻ എണീറ്റ് ഒരു ഗ്ലാസ് പാലും കൂടെ കുടിച്ചപ്പോഴാണ് അവിടുന്ന് ഇവിടുന്ന് ഓരോ കോള് വരുന്നത്. സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്, ഇന്ന് ക്ലാസ്സില്ല, സ്കൂളിലേക്ക് പോണ വഴിക്കൊക്കെ വെള്ളം കയറിയിരിക്കുകയാണെന്നും പറഞ്ഞു. എന്നാൽ പിന്നെ അവനെ ഇച്ചിരി പഠിപ്പിക്കാൻ പുസ്തകം എടുത്തുകൊണ്ട് വാടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര മടി. ജിസ് അവനൊരു എയറോപ്ലെയിൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പേപ്പർ വെച്ചിട്ടേ. അത് വെച്ചിട്ട് കളിയാണ് രാവിലെ തന്നെ, സ്കൂളിൽ പോകണ്ടല്ലോ. ഞാൻ ഈ രാവിലെ അടുക്കളയിലെ പണി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മൊബൈൽ നോക്കൽ അങ്ങനെ കുറവാണ് കേട്ടോ. ഇങ്ങനെ എമർജൻസി ആയിട്ട് മെസ്സേജ് വരുമെന്നൊരു പ്രതീക്ഷയില്ലല്ലോ. എന്തായാലും ഇവിടെ ഒരു 4-5 കുട്ടികൾ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരുണ്ട്. അപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ അമ്മമാർ ഇങ്ങനെ മൊബൈലിനകത്ത് എന്തെങ്കിലും മെസ്സേജ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് പറയും കേട്ടോ. അതുകൊണ്ട് എന്തായാലും മെസ്സേജ് വന്ന പാടെ കാര്യം അറിഞ്ഞു. സ്കൂളില്ലെങ്കിലും ജിസിന് പോകേണ്ടത് കൊണ്ട് രാവിലെ തന്നെ ചോറും കറിയൊക്കെ ആക്കണമല്ലോ. ചോറെന്തായാലും കുക്കറിൽ രാവിലെ തന്നെ ഇട്ട് കുക്കർ ഓഫാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശയും ചട്നിയാണ് ആക്കുന്നത് കേട്ടോ. പിന്നെ ചോറിന് വേണ്ടിയിട്ട് കപ്പളങ്ങയും മോരും കൂടെ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നെയ്യ് ഉണ്ടാക്കാനുണ്ടായിരുന്നു. നെയ്യ് ഉണ്ടാക്കാനുള്ളതിന് അടിച്ച് കഴിഞ്ഞപ്പം മോര് കിട്ടിയല്ലോ. അപ്പോൾ ആ മോര് ഞാൻ കറിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നെയ്യാക്കാനായിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ അരയ്ക്കുന്നത് ഇപ്പോൾ ചട്നിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ ചട്നി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സവോളയും തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കും. അതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കും കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നെയ്യ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാനത് ഓഫ് ചെയ്തു. പിന്നെ ഞാൻ ചട്നിക്കായിട്ട് അരച്ചെടുത്ത് ഒന്നുകൂടെ ഇച്ചിരിയുടെ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് തിളപ്പിക്കും കേട്ടോ. സാധാരണ അങ്ങനെ ആരും തിളപ്പിക്കാറില്ല. പിന്നെ എൻ്റെ ചട്നിക്ക് ഇത്രയ്ക്ക് ലൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും നല്ല ചാറ് വേണം. അങ്ങനെ നമ്മുടെ ചട്നി റെഡിയാണ്. കുക്കുവിൻ്റെ വര ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അവൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ജയ്ക്കുട്ടനാണെങ്കിൽ ഞാൻ കുറേ വിളിച്ച് കഴിഞ്ഞപ്പോൾ അവൻ വന്നു കേട്ടോ. അപ്പോൾ അവൻ പേനയും കൊണ്ട് എഴുതി പഠിച്ചോളാമെന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു പേന കൊടുത്തു. അപ്പോൾ ആ പേനയും കൊണ്ട് അവൻ കുറച്ച് എഴുതി പഠിക്കുകയാണ്. ചട്നി ഞാൻ റെഡിയാക്കി വെച്ചതല്ലാതെ അതിലും കടുക് പൊട്ടിച്ചില്ലായിരുന്നേ. അപ്പോൾ കടുക് പൊട്ടിക്കാനായി ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിച്ചു. എന്നിട്ട് ഇച്ചിരി സവോള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ കപ്പളങ്ങയും മോരും കൂടെ കറി വെക്കുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കപ്പളങ്ങ അരിഞ്ഞ് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് സ്റ്റൗവിൽ വെക്കുകയാണ്. ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളിതിന് കപ്പളങ്ങ എന്ന് പറയുന്നത്, ചില നാടുകളിൽ ഇതിന് ഓമയ്ക്ക എന്നൊക്കെയാണ് പറയണേന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് മിക്കവാറും ആൾക്കാർ പപ്പായെന്ന് തന്നെയാണ് പറയാറല്ലേ. അപ്പോൾ ഇതിനെ അങ്ങ് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിലങ്ങ് ഇട്ട് കൊടുത്തേക്കാം. അതങ്ങ് മൂടി ഇരുന്ന് നല്ലപോലെ തിളച്ച് വെന്ത് വന്നോട്ടെ. അപ്പോഴേക്കും നമ്മുടെ കടുക് പൊട്ടിച്ച് സവോള വഴറ്റാൻ വേണ്ടി വെച്ചിരുന്നുണ്ടല്ലോ, ഞാനത് സിമ്മിലായിരുന്നു വെച്ചിരുന്നത്. ഇപ്പോൾ അതായി വരുന്നുണ്ട്. സവോള വഴന്ന കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് നടുവേ മുറിച്ചതും പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ട് നമ്മുടെ ചട്നിക്കകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടിച്ച് ഒഴിച്ച് കഴിയുമ്പോൾ അതങ്ങ് മൂടി വെച്ചേക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ കഴിക്കാൻ നേരത്ത് അതങ്ങ് ഇളക്കി എടുത്താൽ മതി. അതിനാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളത്. ഞാൻ ഈ നടുക്കത്തെ ബേണറിൻ്റെ സ്റ്റാൻഡ് അങ്ങ് മാറ്റി വെക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ദോശ ചൂടുന്നത് കണ്ടോ, വലിയൊരു പാനിനകത്താണ്. അപ്പോൾ എൻ്റെ സ്റ്റൗവ് 3 ബേണർ ഉണ്ടെങ്കിലും ചെറിയ സ്റ്റൗവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാൻ വെച്ച് കഴിയുമ്പോഴേക്കും മറ്റേ സ്റ്റാൻഡിലേക്ക് അങ്ങ് തട്ടും. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ ദോശക്കല്ല് അടുപ്പത്ത് വെക്കുന്നത്. പാൻ ചൂടായി വരുമ്പോഴേക്കും മോരിനുള്ളത് അരപ്പ് റെഡിയാക്കി എടുക്കാം. ജിസിനെ കൊണ്ട് ഞാൻ പതിവ് പോലെ തേങ്ങ ചിരണ്ടി വെപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ തേങ്ങ തീർന്നു. ഞാൻ എൻ്റെ അടുത്ത് വേറെ കുറച്ച് തേങ്ങ ഡപ്പയ്ക്കകത്ത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഈ കപ്പളങ്ങ അടുപ്പത്ത് വെച്ചിട്ടില്ലേ, അതൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം കുറുകി വരുന്നുണ്ടോ, കപ്പളങ്ങയൊക്കെ വെന്ത് വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണ്ടേ. അപ്പോഴേക്കും നമ്മുടെ ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. ദോശ ഓരോന്നായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ചുട്ടെടുക്കാവേ. നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ട് ഞാൻ തേങ്ങയും പച്ചമുളകും മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് അതിലേക്ക്. ഇതിൻ്റെ ഇടയ്ക്ക് ദോശ മൊരിഞ്ഞ് വരുന്നുണ്ട്. സാധാരണ ചില ആൾക്കാരൊക്കെ ദോശയുടെ ഒരു സൈഡ് മാത്രമേ മുറിച്ചെടുക്കുകയുള്ളൂ. പക്ഷേ 2 സൈഡും മുറിച്ചാൽ എനിക്കൊരു തൃപ്തിയാകുള്ളൂ കേട്ടോ.
പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു ഇത്തിരി ഉലുവയും ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അതങ്ങ് അരച്ചെടുത്തു. ഇപ്പോൾ അരപ്പ് ചേർക്കാൻ സമയമായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അരപ്പ് ചേർത്തു. എന്നിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് ഈ കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടുണ്ടല്ലോ, ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. കറി നല്ല പോലെ തിളച്ച് തുടങ്ങുമ്പോഴുണ്ടല്ലോ അതങ്ങ് സിമ്മിൽ വെച്ചേക്കാം. അത് മൺചട്ടിയുടെ ചൂടിൽ നല്ലപോലെ തന്നെ തിളച്ചോളൂ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നേരത്തേന് അങ്ങ് തിളച്ചോട്ടെ. നമ്മുടെ തേങ്ങയുടെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി കിട്ടണം. അതിനുശേഷം ഇതിലേക്ക് മോര് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം മോര് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പം അതിൽ നിന്ന് കിട്ടിയ മോര് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആ മോര് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ചാറിന് വേണ്ടിയിട്ടുള്ളത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ഇത് ചൂടായി കിട്ടിയാൽ മതി, തിളയ്ക്കേണ്ട. അപ്പം തീ ഹൈ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, തിളച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഉപ്പ് തീരെ കുറവായിരുന്നേ. അപ്പം ഞാൻ കുറച്ചുകൂടെ ഉപ്പും ചേർത്ത് കൊടുത്തേ. അങ്ങനെ നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. ഈ സമയത്ത് നമ്മുടെ കുട്ടികൾ കഴിക്കാനുള്ള നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ സാധാരണ സ്കൂളിൽ പോകുമ്പോൾ നേരത്തെ കഴിക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ അവരോട് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പം സ്കൂളിൽ പോകണ്ടാത്തതുകൊണ്ട് അവർക്ക് ഭയങ്കര മടി കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ നിർബന്ധിച്ച് അവർക്ക് കഴിക്കാനുള്ളത് എടുത്തു കൊടുത്തു. പിന്നെ നമ്മുടെ കറി സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. ഇനി സ്റ്റൗവിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സ്റ്റൗവിൻ്റെ ചൂടും കൊണ്ടും കൂടെ ഈ കറി പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് മാറ്റി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിന് കടുക് പൊട്ടിച്ച് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിന് കടുക് പൊട്ടിക്കാനായിട്ട് ഞാൻ നേരത്തെ ചട്നിക്ക് കടുക് പൊട്ടിച്ച് ആ പാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് സ്റ്റവിൽ വെച്ചു. ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇത്തിരി കടുകും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ കടുക് നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞപ്പം സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊരു ഇത്തിരി ഇട്ട് കൊടുത്തു, ഇളക്കി. അപ്പോഴേക്കും നമ്മുടെ ദോശ റെഡിയായിട്ടുണ്ട്. ദോശ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പാൻ മാറ്റി വെക്കുകയാണ്. ആ പാൻ മാറ്റിയിട്ട് ഞാനവിടെ മീൻ വറുക്കാൻ വേണ്ടി പോവുകയാണ്. മീൻ വറുക്കാനുള്ള പാനൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ സവോള ഇവിടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. അതിനകത്തോട്ട് 2 വറ്റൽമുളക് നടുവേ മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ 2 കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മീൻ വറുക്കാനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാൻ നേരത്തെ എൻ്റെ പുറകിൽ ജിസ് വന്ന് നിന്നിട്ട് എന്തോ വർത്തമാനം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ അടുത്തേക്ക് മുഖം കാണിക്കാതെ മാറി മാറിയാണ് ജിസ് നടക്കുന്നത്. നമ്മുടെ കടുക് പൊട്ടിച്ചത് കറിക്കകത്തോട്ട് ഒഴിച്ച് കൊടുക്കാനായിട്ടുണ്ട്. അത് ഒഴിച്ച് കൊടുക്കാം. ആ ബേണറിലേക്ക് ഞാൻ തോരൻ വെക്കാനുള്ള പാനും കൂടി എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് മക്കൾ 2 പേരും മാറി മാറി വന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് മതിയായി എന്ന്. അവധി ദിവസം ആയതുകൊണ്ട് അവർക്ക് വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കഴിക്കാൻ കുറച്ച് മടിയുണ്ടാവും കേട്ടോ. അപ്പം വേറെ എന്തെങ്കിലുമൊക്കെ കറുമുറ കഴിച്ചുകൊണ്ട് നടക്കാനൊക്കെയാണ് ഇഷ്ടം. ഞാൻ അവരെ വഴക്ക് പറഞ്ഞ് ഓടിച്ചു. പിന്നെ ഈ മീനാണെങ്കിൽ ഞാൻ എപ്പോൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ കഴുകി വൃത്തിയാക്കി വറക്കാനുള്ളത് മസാലയൊക്കെ പുരട്ടി ഫ്രീസറിനകത്തോട്ട് വെക്കും. കറി വെക്കാനുള്ളതാണെങ്കിൽ അതും വൃത്തിയാക്കി ഡപ്പയ്ക്കകത്താക്കി ഫ്രീസറിനകത്തോട്ട് വെക്കുക പതിവ്. അപ്പം വറക്കാനുള്ളതായി കഴിയുമ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന പാടെ ഇതങ്ങ് പുറത്തേക്ക് എടുത്ത് വെക്കുക. അപ്പം വറക്കാറായി കഴിയുമ്പോഴേക്കും തണുപ്പെല്ലാം മാറി കിട്ടിക്കോളൂല്ലോ. അപ്പോഴേക്കും നമ്മുടെ തോരനുള്ള ചട്ടി ചൂടായിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ചു. പിന്നെ സവോള അരിഞ്ഞതും വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്, വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതുവരെ ഞാൻ എന്താ തോരൻ വെക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നല്ലേ. മുതിര പോലത്തെ ഒരു തരം പയർ കണ്ടു കഴിഞ്ഞാൽ മുതിരയാണെന്ന് തോന്നും. പക്ഷേ മുതിരയേക്കാളും കുറച്ചുകൂടെ വലിപ്പമുണ്ട്. എന്നാലും വമ്പയറൊന്നുമല്ല, മുതിര പോലത്തെ ഷേപ്പിലിരിക്കുന്ന ഒരു പയറാണ്. അത് ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഞാൻ സാധാരണ മുതിരയും വമ്പയറൊക്കെ വേവിക്കണ പോലെ കുക്കറിലിട്ട് വേവിച്ചു. നല്ല മണിമണി പോലെ കിടക്കുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതൊരൊറ്റ വിസിലിൽ തന്നെ അങ്ങ് കുഴഞ്ഞു പോയി കേട്ടോ. അപ്പം അതുകൊണ്ട് എൻ്റെ തോരൻ കുറച്ച് കുഴഞ്ഞാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഈ പയറിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ല പോലെ അങ്ങ് ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ചു. ഇതെല്ലാം കൂടി അങ്ങൊന്ന് നല്ലപോലെ ഒന്ന് പിടിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ മീൻ മറച്ചിടാനായിട്ടുണ്ടായിരുന്നു. ഞാൻ ആ മീനും ഒന്ന് മറച്ചിട്ടു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നേ, ആ ഒച്ചയിൽ കേൾക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ മീനും തോരനും ഒക്കെ ഇവിടെ റെഡിയായി.
ജിസു അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ജിസിന് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ ജിസ് തന്നെയാണ് എടുക്കാറുള്ളത് കേട്ടോ. ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടിപ്പോവും. അപ്പോൾ പറയും നീ ഒത്തിരി ഇട്ടു, അതെനിക്ക് അത്രയും കഴിക്കാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെ പറയും. ഞാനിങ്ങനെ കുത്തി നിറച്ച് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് അത്രയും വേണ്ടാത്തത് കൊണ്ട് ജിസ് തന്നെ ചോറെടുക്കും. അപ്പോൾ ഇനി തോരനും മീനും മാത്രമേ എടുക്കാനുള്ളൂ. ചാറും ചോറും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തോരനും മീനും എടുത്ത് പാക്ക് ചെയ്ത് കൊടുത്ത് അങ്ങനെ രാവിലത്തെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടും നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഞാനിടയ്ക്ക് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി. അപ്പോൾ നല്ല കാറ്റുമുണ്ട്, മഴയുണ്ട്. സാധാരണ ഇത്രയും കാറ്റൊന്നും അങ്ങനെ വീശാറില്ലായിരുന്നു. ഈ വർഷം കുറച്ച് കാറ്റും കൂടെ കൂടുതലാണ്. പെയ്യണ മഴയാണെങ്കിൽ നല്ല ശക്തിയായിട്ടാണ് പെയ്യുന്നത്. സാധാരണ പണ്ടൊക്കെ ഒരു അരമണിക്കൂർ മുന്നേ കിട്ടുന്ന മഴ ഇപ്പോൾ ഒരു 2 മിനിറ്റും കൊണ്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് ശക്തിയാണ് മഴയ്ക്കും അല്ലേ.